എടാ നിർത്തണാറി. അവിടെ പോയി വായും വളർന്നിരുന്നിട്ട് ഇവിടെ ഒന്ന് മോങ്ങിട്ട് എന്തൊരു കാര്യം? അവക്കൊരു കണ്ണിച്ചൊരയില്ലാ പോലും. അല്ല പിന്നെ കഴിഞ്ഞ ആഴ്ചയല്ലേ അവള് കൊതി പറഞ്ഞപ്പോ നീ അവക്കറിയാക്കട നെയ്യപ്പൊക്കെ മേടിച്ചോണ്ട് കൊടുത്തത്. അതൊന്ന് തൂറുന്നതിന് മുമ്പ് അവള് വേറെ കാണിച്ചു കളഞ്ഞാ. അയ്യേ അല്ലല്ലോ അവൻ ആര് മൈസറേറ്റ അവ 5-6 നെകളിക്കുന്നുണ്ടോ കേട്ടാ. എന്റെ തലയിലാ തൊപ്പിയൊന്ന് കേറിക്കോട്ട് ഒന്ന് തീരുവതല്ല. എന്റെ പ്രഭേ നീ ഒന്ന് സമാനപ്പെടേ. എടാ അങ്ങനെയല്ലെന്ന് അയാളെ ഒന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ വീട്ടിൽ കയറാൻ പറ്റൂല. അത് മാത്രമല്ല പിന്നെ ഞാൻ ഓടില്ലായിരുന്നു അയാൾ എന്നെ കൂടെ ജീപ്പെടുത്തിട്ട് പോയാനാ. എടാ നാണം കെട്ടോനെ. അയാൾ വിളിച്ച ഉടനെ ഓച്ചാനിച്ച് എണീറ്റ് പോകാൻ അയാൾ ആര് ഓടയാൻ വരാൻ. എടാ പോട്ടാ പ്രഭേ, എന്തായാലും അവള് നാളെ നിന്റെ കയ്യിൽ നിന്ന് പോകും. അത് ഇന്നേ അങ്ങ് പോയെന്ന് വിചാരിച്ചാൽ ഓ അവളോ അത്ര ഗുണമൊന്നും അല്ല. അല്ലെ തന്തയിലാഴി കാണിക്കൂ. ഇടപിറക്കെ പോകുമ്പോ അല്ല മനസ്സുള്ള പെണ്ണുകടയും പിറക്കെ പോകണം. എവനും ഉള്ളിയുടെ 2 മുഴം കൈ ഒരു ആത്മാവും അവൻ പെട്ടുപോയി. എന്തായാലും അവനൊരു പണിയണം കേട്ടാ. അമ്മണിക്ക് അവളെ കെട്ടാൻ വന്നവനെങ്ങണ്ട് നിന്റെ ഈ ശൗര്യം നീ അപ്പ കാണിച്ചില്ലല്ലോ. സംഭവം ഞാൻ അറിഞ്ഞു. ചെറുക്കൻ സെക്രട്ടറിയിലെ പ്യൂണാണ്. അതാണ് അവള് മലക്കം പറഞ്ഞത്. യവനാണെങ്കില ഒരൊറ്റം ചിലപ്പില്ലാതെ കിടക്കണം. അതൊക്കെ വാസന്തി ആകാശം ഇടിഞ്ഞു വീണാലും നമ്മുടെ പൊടിയനെ കെട്ടത്തുള്ളെന്ന് പറഞ്ഞ ഒരൊറ്റ നിപ്പ. അത് ശരിയാ. അങ്ങനെ ആണുങ്ങളുടെ ഇടപാട്. എന്ത് വന്നാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. ഞാൻ ചത്തുകളയും. ചാക്കോയുടെ കണ്ണുകൾ ഇടുങ്ങി. അയാളുടെ കൈ ബെൽറ്റിൽ പിടിമുറുകി. ഭയവും നിസ്സഹായതയും കൊണ്ട് തളർന്ന സ്വരത്തിൽ മറിയാമ്മ പറഞ്ഞു, ഇങ്ങനെ വാശി പിടിക്കല്ലേ കുഞ്ഞ്, ഞാൻ ചത്തുകളയും. ജെസി വീണ്ടും പറഞ്ഞു, നിങ്ങൾ നല്ല മണം ചേച്ചി. നീ പോയ പൊടിയനെ മണപ്പിച്ചു നോക്കടി. പൊടിയാണ് എന്നെ എപ്പോഴും ബീഡി നാറ്റ. അമ്മണി എന്നെ ബീഡി മണക്കുവോ? നീ എന്നെ എന്തെങ്കിലും പരിശോധിച്ച് നോക്ക്. ഓ എനിക്കൊന്നുമില്ല. ഞാൻ പോയി നോക്കുവേ, പിന്നെ ഒന്നും പറയില്ലേ. ബാക്കി അങ്ങോട്ട് വായിക്കണ്ടേ. അതേ നിമിഷം തന്നെ ബെൽറ്റ് അന്തരീക്ഷത്തിൽ പുളഞ്ഞു. എൻ്റെ അമ്മച്ചിയെ ജെസി നിലവിളിച്ചു. ദാണ്ട വന്നടി. പക്ഷെ കുറച്ചുകൂടെ ഉള്ളു. നീ കൊണ്ടുപോയിക്കോ, നാളെ തന്നെ ഇങ്ങ് നന്നേക്കണം. ഞാൻ പോണു. പരിപോട്ടി യവക്ക് വെട്ടം വിളിച്ചൊന്നും വേണ്ടടി. ഓ ആ കിരട്ടത്ത് കിടന്നല്ല പരിചയല്ലേ. അവസാനം വെട്ടത്തിറങ്ങി നടക്കാൻ പറ്റാതാവില്ല. മൊത്തത്തിലൊരു വെട്ടം. നീ പേടിച്ചില്ലേ? പേടിച്ചില്ല. പേടിക്കാൻ ഇവിടെ നീ അല്ലാതെ ആര് വരാനാണ്? അത് അമ്മണി എൻ്റെ പേരെടുത്ത്. ഒരമ്മണിയാണ്. വാ നിർത്താതിരി. അത്ര സൂചിച്ചാൽ മതി. കുറച്ചുകൂടെ പാടുവണ്ണേ അങ്ങാട്ട്. ഇനി പാടിയ ഗന്ധർവം വരും. എന്നെക്കാരും വലിയ ഗന്ധർവനോ? കള്ളപ്പുതിയ ഞാൻ ചിരി അങ്ങോട്ട് ഇട്ടാണ്. ഏത് ആ പാട്ടിൻ്റെ ഇടയിലുള്ള ചിരിയില്ലേ, എന്നിട്ടാണ്
കുറച്ചുകൂടെ അങ്ങോട്ട് ചിരി. ഞാനീ കണക്ക് തന്നെ.